നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇരിങ്ങലിലുള്ള ക്രാഫ്റ്റ് വില്ലേജിനെ കുറിച്ചാണ്. സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ്. ക്രാഫ്റ്റ് വില്ലേജ് 20 ഏക്കറിലായി മൂറാട് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 60 സ്റ്റാളുകളിലായിട്ട് കരകൗശല വസ്തുക്കൾ വാങ്ങാനും കാണാനും ഇവ നിർമ്മിക്കുന്ന രീതികളൊക്കെ മനസ്സിലാക്കാനുമായിട്ടുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. ഈ കരകൗശല ഗ്രാമം കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഇവരുടെ നിർമ്മാണ പ്രവർത്തനം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന ഒന്നാണ്. ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇവിടെ വരുന്ന സന്ദർശകർക്കായിട്ട് വിശാലമായ ഒരു പാർക്കിങ്ങും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങും ചെയ്തിട്ടുള്ള ഈ പരിസ്ഥിതി എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ക്രാഫ്റ്റ് വില്ലേജിൻ്റെ എൻട്രൻസിലേക്ക് ചെന്നെത്തുന്ന വഴിയുടെ വശങ്ങളിലായിട്ട് ടെറാക്കോട്ടയിൽ നിർമ്മിച്ച 2 കുതിരകളുടെ രൂപങ്ങളും മറ്റ് പ്രതിമകളും അമ്പരപ്പിക്കുന്ന സൗന്ദര്യത്തോടെ സന്ദർശകരെ വരവേൽക്കുന്നുണ്ട്. സർഗാലയിൽ ഒരു സ്റ്റഡി സെൻറ്റർ, ഓഡിറ്റോറിയം, താമസ സൗകര്യം, പിന്നെ ഒരു ക്യാൻറ്റീൻ എന്നിവയെല്ലാം അനുബന്ധ സൗകര്യങ്ങളായിട്ട് അവൈലബിളാണ്. ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പല ആഘോഷ പരിപാടികളും ഇവിടെ നടത്താറുമുണ്ട്. സർഗാലയുടെ ബിൽഡിങ്ങുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കേരള തനിമയോടുകൂടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സർഗാലയുടെ പരിസരങ്ങളിലായിട്ട് നിർമ്മിച്ചിട്ടുള്ള പല മനുഷ്യരൂപങ്ങളും ജീവനുള്ളവയാണോ എന്ന് സംശയിച്ചു പോകും. ഈ സർഗാലയുടെ അനുബന്ധ സൗകര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സർഗാലയ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള കോൺഫറൻസുകൾക്ക് വേദിയാക്കാവുന്ന ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സർഗാലയെക്കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സർഗാലയ്ക്ക് കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഗ്രാമീണ വിനോദസഞ്ചാര പദ്ധതിക്കായിട്ടുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള കലാകാരന്മാർ അല്ലെങ്കിൽ കരകൗശല വിദഗ്ധർ ഈ സർഗാലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. ഇവിടെ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം, വിപണനം, നിർമ്മാണം എന്നിവ ലക്ഷ്യമാക്കിയാണ് ഈ കരകൗശല ഗ്രാമം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ തനതായ പല കലാസൃഷ്ടികളും ഇവിടെ വിപണനത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റു സംസ്ഥാനത്തിലെ കലാകാരന്മാരൊരുക്കിയ അല്ലെങ്കിൽ കരകൗശല വിദഗ്ധന്മാരൊരുക്കിയ പല കലാവിരുതുകളും ഇവിടെ വിപണനത്തിനായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കരകൗശല ഗ്രാമത്തിൽ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ശില്പങ്ങൾ മുതൽ ഭീകരമായ ആകാരത്തോടു കൂടിയുള്ള വലിയ ശില്പങ്ങളും അവൈലബിളാണ്. അതുപോലെ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ഡിസ്പ്ലേ ഹാളിൽ ഒരു അതിശയ കാഴ്ചയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും അതിശയിപ്പിക്കുന്ന വലിപ്പത്തിൽ ഒരു മരത്തിൽ നിർമ്മിച്ച ഡൈനോസറും അതിൻ്റെ 2 കുഞ്ഞുങ്ങളും ഒരു അമ്പരപ്പിക്കുന്ന കാഴ്ചയാണത്. പൂർണ്ണമായും മരത്തിൽ നിർമ്മിച്ച ഈ ശില്പം 4 കാലുകളിലായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ആ ശില്പിയുടെ മികവിൻ്റെ സൂചനയാണ്. അതുപോലെ ഈ ശില്പത്തിൻ്റെ മറ്റൊരു സവിശേഷത, ഇത് ഒറ്റത്തടിയിൽ തീർത്തിട്ടുള്ള ശില്പമല്ല. പക്ഷേ ഇതിൽ കൂടിച്ചേരലുകൾ ഉള്ളതായിട്ട് മനസ്സിലാവുന്നുമില്ല. അതിന് മാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് ഇദ്ദേഹം ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ക്രാഫ്റ്റ് വില്ലേജിൽ പല മീഡിയങ്ങളിലായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കരകൗശല വസ്തുക്കളിൽ തികച്ചും കേരളീയമെന്ന് അവകാശപ്പെടാവുന്ന മ്യൂറൽ പെയിൻറ്റിങ്, കൈത്തറി വസ്ത്രങ്ങൾ, ഓട്ടുവിളക്കുകൾ, ഓട്ടുപാത്രങ്ങൾ, നെറ്റിപ്പട്ടം, ആപാടപ്പെട്ടി അങ്ങനെ തുടങ്ങിയ വസ്തുക്കൾ വിദേശികളായ സന്ദർശകർക്കും നമ്മളെപ്പോലെ തന്നെ വളരെ പ്രിയപ്പെട്ടതായിട്ട് അറിയാൻ കഴിഞ്ഞു. മിക്കവാറും ഇവിടെ സന്ദർശിക്കുന്ന ആളുകൾ വീടുകൾ അലങ്കരിക്കാനായിട്ട് കേരള തനിമയുള്ള പല വസ്തുക്കളും ഇവിടെ നിന്ന് ശേഖരിക്കാറുണ്ട്. ആനയുടെ നെറ്റിപ്പട്ടം, ഗജരൂപങ്ങൾ, വിളക്കുകൾ, തെയ്യക്കോലങ്ങൾ, ഇങ്ങനെ കേരള തനിമയുള്ള വസ്തുക്കളാണ് കേരളീയർ ഏറ്റവും കൂടുതൽ വാങ്ങിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ പലതരത്തിലുള്ള ആഭരണങ്ങളും ഇവിടെ ലഭ്യമാണ്. അതിൽ ഹൈദരാബാദിൽ നിന്നുള്ള പേളിൻ്റെ ആഭരണങ്ങളും എടുത്തു പറയേണ്ട ഒന്നാണ്. വീടുകളും ഓഫീസുകളും അലങ്കരിക്കാനുള്ള അലങ്കാര വസ്തുക്കൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, മറിച്ച് നിത്യോപയോഗ സാധനങ്ങളും ഇവിടെ വിപണനത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇവിടെ അവൈലബിളാണ്. ചട്ടുകം, മൺചട്ടി, തവി, ചെരവ എന്ന് വേണ്ട ഒട്ടുമിക്ക അടുക്കളയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും ഇവിടെ കുടിൽ വ്യവസായമായി നിർമ്മിച്ച് വിപണനം ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കാഴ്ചകളെല്ലാം ഒരു ഡെമോ മാത്രമാണ്. ഇതിൻ്റെ യഥാർത്ഥ നിർമ്മിക്കുന്ന സ്ഥലങ്ങളും മറ്റു കാഴ്ചകളും
മറ്റ് 60 സ്റ്റാളുകളിലായിട്ട് ബാക്കിയുണ്ട് കാണാനായിട്ട്. ഈ സൊവനീറുകളുടെ കൂട്ടത്തിൽ ഗാന്ധിയും ക്രിസ്തുവും പള്ളിയും മന്ത്രിമാരും എന്നു വേണ്ട തായമ്പക കലാകാരൻ പെരുവനം കുട്ടന്മാരാർ വരെയുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ പലതരത്തിലുള്ള മീഡിയത്തിലാണ് അവരുടെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. മരം, മണ്ണ്, ചിരട്ട, ചൂരൽ, കയറ് എന്നു വേണ്ട ഒട്ടുമിക്ക പദാർത്ഥങ്ങൾ കൊണ്ടും അവർ ചാരുതയാർന്ന കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട്. പിന്നീട് ചെന്നത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡറായിട്ടുള്ള അശോക് കുമാറിൻ്റെ സ്റ്റോളിലേക്കാണ്. ആ സ്റ്റോളിലെ കാഴ്ചകൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരു പ്രത്യേകതരം ചിത്ര നിർമ്മാണ രീതിയൊക്കെയാണ് അശോകനെ വ്യത്യസ്തനാക്കുന്നത്. ഒരു പുതിയ തരം ചിത്രം വര രീതിയാണ് പൈറോഗ്രഫി എന്ന് പറഞ്ഞിട്ട്. ചൂട് ഉപയോഗിച്ചിട്ട് മരത്തിൽ നിർമ്മിക്കുന്ന ഒരുതരം പെയിൻറ്റിങ്. ചിത്രം വരയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ചൂടുള്ള ഒരു കമ്പി ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്ന രീതിയാണത്. അതുകൊണ്ട് നിർമ്മിക്കുന്ന ചിത്രങ്ങൾ ഒരു ഷെയ്ഡായിട്ടാണ് കാണുക. വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നി. ഗാന്ധിയുടെ വ്യത്യസ്ത കാലഘട്ടങ്ങൾ ഈ പൈറോഗ്രഫി ഉപയോഗിച്ച് വരച്ചതിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അടുത്തതായി ചെന്നത് അരുണിൻ്റെ സ്റ്റോളിലേക്കാണ്. അരുണിനെ ഒരു പ്രാവശ്യം കണ്ടവർ മറക്കാനേ ഇടയില്ല. അസാധ്യ കലാകാരനാണ്. അസാധ്യ ശില്പനിർമ്മാണ ചാതുരിയുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം നിർമ്മിച്ച പല ചിത്രങ്ങളും മൃഗരൂപങ്ങൾ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ഇടനാഴികളിൽ വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളെല്ലാം ജീവസുറ്റവയാണെന്ന് വേണം പറയാൻ. അരുണ് പഠനകാലത്ത് തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. വടകര റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം വരച്ച മ്യൂറൽ പെയിൻറ്റിങ് വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ കടത്തനാട്ടൻ കളരിപ്പയറ്റാണ് അതിൻ്റെ തീം. ഇവിടെ അരുൺ നിർമ്മിച്ചിട്ടുള്ള പല ചിത്രങ്ങൾക്കും വിലയൊന്നും എഴുതി വച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു വില പറയാൻ ശില്പങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അരുണിൻ്റെ സൃഷ്ടികൾ പലതും അതിന് മാത്രം യാഥാർത്ഥ രൂപത്തിലും സൗന്ദര്യത്തിലും ഉള്ളവയാണ്. എത്ര രൂപ കൊടുത്താലും അത് കുറഞ്ഞു പോകുമെന്നുള്ള ഒരു സംശയം ഇത് വാങ്ങിക്കാൻ വരുന്നവർക്കുണ്ടാവും. തീർച്ച. ഇടനാഴിയിലുള്ള പല ശില്പങ്ങളുടെയും നിറം അല്പം മങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും അവ ഒരുപക്ഷെ ഒരു മെയിൻ്റനൻസ് കാത്തിരിക്കുന്നവയായിരിക്കാം. അരുൺ നിർമ്മിച്ച ഒലീവ് റെഡ്ലി കടലാമ, പച്ചനണ്ട്, കുരങ്ങൻ, അണ്ണാറക്കണ്ണൻ, നായ എന്നിവയൊക്കെയാണ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ഇടനാഴിയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ശില്പങ്ങൾ. ഇതുകൂടാതെ ഒട്ടനവധി ശില്പങ്ങൾ വേറെയുണ്ട് ഇടനാഴിയിൽ അരുണിൻ്റേതായിട്ട്. ഈ അനുഗ്രഹീത ശില്പിയെ തേടി ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അരുണിനോട് യാത്ര പറഞ്ഞു. അടുത്തതായി ഞാൻ ചെന്നത് ചൂരൽ കൊണ്ടും മുള കൊണ്ടും ഓലകൾ കൊണ്ടുമൊക്കെ പാത്രങ്ങളും കൂടകളും ഫർണിച്ചറുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു സ്റ്റാളിലേക്കാണ്. പ്രകൃതിദത്തമായ വിഭവങ്ങൾ കൊണ്ട് എൻവയറമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് ഭംഗിയുള്ള നിത്യോപയോഗ സാധനങ്ങളും ഫർണിച്ചറുകളും നിർമ്മിക്കുന്നുണ്ട് ഇവിടെ. ഭാരം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരും പ്രായമുള്ളവരൊക്കെ ഇത്തരം ഭാരം കുറഞ്ഞ ഫർണിച്ചറുകൾ ഉപയോഗിക്കുന്നതായിരിക്കും അഭികാമ്യം. അടുത്തതായി ചെന്നത് കയറ് അല്ലെങ്കിൽ തേങ്ങാച്ചകിരി ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്റ്റോളിലേക്കാണ്. പ്രതീക്ഷിച്ച പോലെ കയർ ഉൽപ്പന്നങ്ങളും പരവതാനിയും കാർപ്പറ്റും മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. കമ്മലും മാലയും പോലെയുള്ള നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കയർ ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടായി. ഒരുപക്ഷെ ഈ കമ്മലും മാലയും ചകിരിനാര് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് ഒരു കാരണവശാലും മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല അതിമനോഹരമായിട്ടുണ്ട്. അടുത്ത് കാണാനുള്ളത് മരങ്ങൾ കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോളിലേക്കാണ്. കൂടുതലും ആനയുടെ രൂപങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കൂടുതലും ഡിമാൻഡ് അനുസരിച്ച് നിർമ്മിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒറ്റത്തടിയിൽ തീർത്ത ആനയുടെ രൂപങ്ങൾക്കാണ് വില കൂടുതലും അതുപോലെ തന്നെ പ്രിയവും. മിക്കവാറും ഹോട്ടലുകളാണ് വലിയ ആനകളുടെ ശില്പങ്ങൾ വാങ്ങാറുള്ളത് അവരുടെ സ്വീകരണ മുറി അലങ്കരിക്കാനായിട്ട്. ഇവിടെ 1 കോടി രൂപ വിലയുള്ള ആനയുടെ മരത്തിൽ തീർത്ത ആനയുടെ രൂപം വരെ ഉണ്ട്. അതുപോലെ ആനയോളം തന്നെ വലിപ്പമുള്ള ആനയുടെ ശില്പങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. മരത്തിൽ തീർത്ത ആനകൾക്കാണ് ഏറ്റവും പ്രിയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൂടാതെ ഏറ്റവും കൂടുതൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് ബുദ്ധരൂപങ്ങളാണ്. ശ്രീബുദ്ധൻ്റെ വിവിധ രൂപങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്.
അതുപോലെ തന്നെ മരത്തിൽ ഈ ആനയെ നിർമ്മിക്കുന്ന വിവിധ സ്റ്റേജുകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതായത് ആനയുടെ വയറിലേക്കുള്ള അറ്റാച്ച്മെൻറ്റൊക്കെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാൻ കഴിയും. ഇതുകൂടാതെ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും ശില്പങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ആനയുടെ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചെറിയ വില മുതൽ കോടിക്കണക്കിന് രൂപയുള്ള ആനയുടെ വിഗ്രഹങ്ങൾ വരെ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അടുത്തത് വീടിൻ്റെ അകവശം കയറുൽപ്പന്നങ്ങൾ കൊണ്ട് എങ്ങനെ അലങ്കരിക്കാം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഷോ പീസ് പോലെയുള്ള ഒരു സ്റ്റോളാണ്. അതായത് ബെഡ്റൂമും സ്വീകരണ മുറിയൊക്കെ കയറുൽപ്പന്നങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോള്. അടുത്ത സ്റ്റോളിലെ കാഴ്ച കുറേയധികം ചിത്രങ്ങളും നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുന്ന പല പൂക്കളും ചെടികളും അതിൻ്റേതായിട്ടുള്ള ഇലകളും എല്ലാം ചേർത്ത് അതിമനോഹരമായിട്ട് ഫ്രെയിം ചെയ്തെടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള കുറേ ഷോ പീസുകളാണ്. മനോഹരമായിട്ടുണ്ട്. അത് വടകരയ്ക്കടുത്തുള്ള ഒരു പെൺകുട്ടിയാണ് ഇതെല്ലാം ചെയ്ത് ഭംഗിയായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുള്ളത്. ഇത് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയായിട്ടുണ്ട് അത് കാണാനായിട്ട്. ഉറപ്പാണ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ വീട്ടിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഉറപ്പായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പാകത്തിലുള്ള നിർമ്മിതികളായിട്ടാണ് എനിക്ക് തോന്നിയത്. വീടുകളുടെയും ഓഫീസുകളുടെയും സ്വീകരണ മുറി അലങ്കരിക്കാനുള്ള പലതരം കരകൗശല വസ്തുക്കൾക്ക് പുറമെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പെയിൻറ്റിങ്സ് ഉണ്ട്. ആ പെയിൻറ്റിങ്ങുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ വളരെ വ്യത്യസ്തമായ കുറേ തരത്തിലുള്ള പെയിൻറ്റിങ്ങുകളുണ്ട്. സാൻഡ് പെയിൻറ്റിങ്, മണൽ ഉപയോഗിച്ച് വ്യത്യസ്ത നിറത്തിലുള്ള മണലുകൾ ഉപയോഗിച്ച് മനുഷ്യരൂപങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. അതേപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ, കേരളത്തനിമയോടുകൂടിയുള്ള മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ ഭയങ്കര ആകർഷണമായിട്ട് തോന്നി. ഈ കാണുന്ന ഒരുപാട് ചിത്രങ്ങൾ മ്യൂറൽ പെയിൻറ്റിങ്ങും അല്ലാത്തതുമായിട്ടുള്ള മോഡേൺ പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ വരച്ചത് നവീനാണ്. നവീന് പല മീഡിയത്തിലും ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ മോഡേൺ ആർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നവീൻ സാൻഡ് പെയിൻറ്റിങ്ങും ചെയ്യുന്നുണ്ട്. അതിമനോഹരമായിട്ടുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് ഒരു അനന്തശയനത്തിൻ്റെ മ്യൂറൽ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നവീനോട് അല്പനേരം സംസാരിച്ചു. നവീൻ ഒരു അനുഗ്രഹീത കലാകാരൻ എന്ന് തന്നെ പറയണം. അതിമനോഹരമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. അത് ആളവിടെ ഷോപ്പീസ് മാത്രമല്ല വിൽപ്പനയ്ക്കായിട്ടും ഒരുക്കിയിട്ടുണ്ട്. അടുത്തതായി കളിമൺ പാത്രങ്ങളും മറ്റുൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും ഒക്കെ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു സ്റ്റോളിലേക്കാണ്. ഇവിടെ പാത്രനിർമ്മാണം മാത്രമല്ല, പാത്രനിർമ്മാണം പഠിപ്പിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. വിദേശികൾക്ക് ഒരു ഇഷ്ടമുള്ള ഹോബി ആയതുകൊണ്ട് തന്നെ അവരാണ് കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇവിടെ എത്തുന്നത്. ഇവിടെ വളരെയധികം പേര് വന്ന് പാത്രനിർമ്മാണം മാത്രമല്ല ശില്പനിർമ്മാണമൊക്കെ പഠിച്ച് മടങ്ങിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു. മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കുറേയധികം കരകൗശല വസ്തുക്കൾ നമ്മളെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ളതാണ്. വലിയ വലിയ പാത്രങ്ങളും അതിലുണ്ടാക്കിയിട്ടുള്ള ഡെക്കറേഷൻസും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ടെറാക്കോട്ടയുടെ വോൾ ടൈലുകൾ, അതൊരു തീമിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ള വോൾ ടൈലുകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഇവിടെ കുട്ടികളുടെ കളിപ്പാട്ടത്തിന് മാത്രമായിട്ടൊരു സ്റ്റാളുണ്ട്. മരത്തിൽ നിർമ്മിച്ചതും അവിടെ തന്നെ നിർമ്മിക്കുന്നതും സംഗീതോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള പല പല സാധനങ്ങൾ ഈറക്കുഴലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അടുത്ത കാഴ്ച പിച്ചളയിലും ഓടിലും നിർമ്മിക്കുന്ന പല പല കരകൗശല വസ്തുക്കളും ഓട്ടുവിളക്കുകളും നിലവിളക്കുകളും ആനയുടെ നെറ്റിപ്പട്ടം പോലെയുള്ള സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു സ്റ്റോളാണ്. ആ സ്റ്റോളിൽ വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. ഓർഡർ അനുസരിച്ച് വലിയ വലിയ വിളക്കുകളും മറ്റുമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർ. അതുപോലെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള നെറ്റിപ്പട്ടങ്ങളൊന്നും യഥാർത്ഥ വലിപ്പമുള്ളതല്ല, എങ്കിൽ തന്നെയും ഓർഡർ അനുസരിച്ച് യഥാർത്ഥ വലിപ്പത്തിലും ചെയ്തു കൊടുക്കുന്നുണ്ട്. സർഗാലയുടെ പല കാഴ്ചകളും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. 10-60 സ്റ്റാളുകളിലായി പരന്നു കിടക്കുന്ന സർഗാലയിൽ ഒരുപാടധികം കാഴ്ചകളുണ്ട്. ഈ കോഴിക്കോട് പരിസര ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഒരു ദിവസം ചെലവഴിക്കാനായിട്ട് സർഗാലയ വരുന്നത് എന്തുകൊണ്ടും അഭികാമ്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അടുത്ത പ്രദേശങ്ങളിലുള്ളവർക്ക് കോൺഫറൻസ്, കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇവിടുത്തെ ഹാളുകളും ഉപയോഗിക്കാൻ കഴിയും. വലിയ വലിപ്പമുള്ള എല്ലാ സൗകര്യമുള്ള ഹാളുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്.
ഇത് ഞാൻ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഫറൻസ് പോലെയുള്ള കാര്യങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് സൊവനിയർ വാങ്ങാനും അതുപോലെ സ്റ്റേ ചെയ്യാനും ഒന്ന് എൻ്റർടൈൻ ആവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഈ സർഗാലയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററാണ് ഈ ക്രാഫ്റ്റ് വില്ലേജിലേക്കുള്ളത്. പിന്നീട് ചരിത്ര പ്രാധാന്യം പറയുകയാണെങ്കിൽ കുഞ്ഞാലിമരക്കാരുടെ ജന്മസ്ഥലം കൂടിയാണ് ഈ ഇരിങ്ങൽ, ഈ മൂറാട് പ്രദേശം. അതുപോലെ കുഞ്ഞാലിമരക്കാരുടെ ജന്മഗൃഹം ഇപ്പോൾ പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൻ്റെ അധീനതയിലാണ് ഉള്ളത്.